ആദ്യം പറഞ്ഞു ബർബാരി കേസ് ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. പിന്നെ അതേ സുപ്രീം കോടതി പറയാണ് എനിക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ എല്ലാവരും വന്നു, ഒരു അധ്യക്ഷൻ വേണം മീറ്റിങ്ങിന്. അപ്പൊ ആ കൂടെ ഉണ്ടായിരുന്നതിൽ എന്താണോ അവരുടെയൊക്കെ ഉള്ളില് നമ്മുടെ രാജ്യം എങ്ങനെയാകണം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ലക്ഷ്യം, നമ്മുടെ രാജ്യത്തിന് ചില എത്തിക്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം. നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം എന്നത്. ആമുഖം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു പേജിലുള്ള ഒരു ഒറ്റ പേജിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ അകത്ത് ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്, പ്രസക്തമായ ഒരു ഭാഗമാണ്. അപ്പൊ ഈ ആമുഖത്തില് ഒരുപാട് പദങ്ങളുണ്ട്. പ്രധാനപ്പെട്ട പദങ്ങളുടെ അകത്ത് ഒരുപാട് മീനിങ്സ് ഉണ്ട്. ഈ പദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീപ്പായിട്ട് നമ്മൾ ഇനിയുള്ള ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രിയാമ്പിളിലെ പ്രധാനപ്പെട്ട പദങ്ങൾ, ഓരോ പദങ്ങൾ എന്താണ് എക്സാക്ട്ലി മീൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ നോക്കാൻ പോവാണ്. അതുപോലെ ഈ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസുകളും നമ്മുടെ എക്സാമിനേഷന് വരുന്നതാണ്. അപ്പൊ നമുക്ക് അതും കൂടെ നോക്കണം. അപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ആമുഖം? ഇന്ത്യൻ ഭരണഘടന, നമ്മൾ ഒരു ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു ബുക്കിന്റെ ഇൻഡെക്സ് പേജ് കാണുന്ന പോലെയല്ലേ ഫസ്റ്റ് നമ്മളൊരു പേജ് കാണും. ഒരു ബുക്കിന്റെ എന്താ പറയാ, മുഖവുര എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബുക്ക് എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യത്തെ ഒരു പേജ് വായിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം എന്ന് പറയും അല്ലെ. അത് തന്നെയാണ് നമ്മുടെ ഭരണഘടനയിൽ ആ ഒരു സെയിം റോളാണ് ഈ പ്രിയാമ്പിൾ ചെയ്യുന്നത്. ഒരു ഉള്ളടക്കത്തിന്റെ റോളാണ് ചെയ്യുന്നത്. ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. ഈ ഭരണഘടന എന്താണ്, ഇതിന് എന്തൊക്കെ സവിശേഷതകളുണ്ട്? നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെത്. അപ്പൊ ഇത്രയും ബൃഹത്തായ ഒരു ഭരണഘടനയുടെ മഹത്തായ സവിശേഷതകളെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ചെറിയ അറിവ്, നമുക്ക് ഒരു ബ്രീഫ് തരുന്ന ഒരു ഭാഗമാണ് ആമുഖം എന്ന് പറയുന്നത്. അപ്പൊ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് എവിടെയാണ്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ അതിന്റെ ആൻസർ എന്താണ്? ആമുഖത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങൾ, നമ്മുടെ രാജ്യത്തിന് ചില എത്തിക്സ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അതേ പറ്റിയിട്ട് അത് പ്രിയാമ്പിളിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ആമുഖത്തിലാണ്. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് പ്രസ്താവിക്കുന്നത് എവിടെ? ഇത് അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മുടെ പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്. അത് പ്രധാനമന്ത്രിക്കോ ഇന്ത്യൻ പ്രസിഡന്റിനോ സുപ്രീം കോടതിക്കോ ഒന്നുമല്ല. പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് വിളിച്ചു പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ആമുഖത്തിലാണ് പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആമുഖം വിളിച്ചു പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരം ആർക്കാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ, നമ്മൾ ജനങ്ങൾക്കാണെന്നാണ് പറയുന്നത്. ഓക്കെ. സോ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. എങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം, എങ്ങനെ ഒരു രാജ്യമാണ് ആകേണ്ടത്, ഒരു രാജ്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് എവിടെ പറയുന്നു? നമ്മുടെ ആമുഖത്തിൽ പറയാണ്. ആ ലക്ഷ്യങ്ങളെയൊക്കെയാണ് എന്ത് പ്രതിനിധാനം ചെയ്യുന്നത്? ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? താക്കോൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വീടിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ താക്കോൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വീടിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യണത് എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ഈ ആമുഖത്തിലൂടെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടക്കുന്നത് അല്ലെ. നമ്മൾ ഭരണഘടന മുഴുവൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു ആമുഖം വായിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മുടെ രാജ്യത്തിനെ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ താക്കോൽ എന്ന് ചോദിച്ചാൽ അത് ആമുഖമാണ്. അതുപോലെ തന്നെ ആത്മാവ്, അതിന്റെ ഒരു സോൾ എന്ന് പറഞ്ഞത്, ഭരണഘടനയുടെ ആത്മാവ് എന്ന് അറിയുന്നതും എന്താണ്? ഈ ആമുഖം തന്നെയാണ്. തിരിച്ചറിയൽ കാർഡാണ്, ഐഡന്റിറ്റി കാർഡ് അല്ലെ. നമ്മുടെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണുമ്പോൾ ഒരാളുടെ ബേസിക് ഇൻഫർമേഷൻ കിട്ടും, ആളുടെ അഡ്രസ്സ്, പേര്, ഫോട്ടോ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ ആമുഖം ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ഭരണഘടനയുടെ ഒരു ബേസിക് ആയിട്ട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. സോ ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോലാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് എന്ത്? ആമുഖം അഥവാ പ്രിയാമ്പിൾ. ഇനി ഈ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നെ പൽക്കിവാലയാണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായിട്ട് കണക്കാക്കപ്പെടുന്നതും ആമുഖമാണ്. ഈ ഭരണഘടന എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന വന്നിട്ടുള്ളത്. ഇപ്പൊ BR അംബേദ്കർ അതിനൊരു റോള് വഹിച്ചിട്ടുണ്ടെങ്കിൽ, ജവഹർലാൽ നെഹ്റുവിന് അതിലൊരു റോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻഷിക്ക് അതിനകത്ത് റോൾ ഉണ്ടെങ്കിൽ, ഇവരുടെയൊക്കെ ഉള്ളിലുള്ള എന്താണോ അവരുടെയൊക്കെ ഉള്ളിൽ നമ്മുടെ രാജ്യം എങ്ങനെയാകണം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയാവണം എന്നൊക്കെ അവരുടെയൊക്കെ മനസ്സിലെ കാര്യങ്ങളാണ് ഈ ആമുഖത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ആമുഖത്തിലൂടെയാണ് അല്ലെ. അപ്പൊ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള ഒരു താക്കോലായിട്ടും നമുക്ക് ആമുഖത്തെ കണക്കാക്കാം. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന്. ഓക്കെ, അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നതും ആമുഖമാണ്. ജുവൽ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. രത്നം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് വാല്യൂ ഉണ്ട്, അത്രത്തോളം വാല്യൂ ഉണ്ട് ആമുഖത്തിന്. സോ ആമുഖത്തിന് എത്ര വിശേഷണങ്ങളാണ് നമ്മൾ കണ്ടത്? ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോലാണ്,
ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമാണ് എന്ത്? ആമുഖം. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലാണ് ആമുഖം. ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത്? ഏത് രാജ്യത്ത് നിന്നാണെന്ന് അറിയോ? ഇന്ത്യ USA നിന്നാണ് ആമുഖം എന്നുള്ള ഒരു ആശയം എടുത്തിട്ടുള്ളത്. പല രാജ്യങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആമുഖം. ഈ ഒരു ആശയം നമ്മൾ എടുത്തിട്ടുള്ള എവിടെ നിന്നാണ്? USA ഭരണഘടനയിൽ നിന്നാണ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആമുഖം എന്നൊരു ആശയം. അപ്പൊ ആമുഖം അമേരിക്ക. അപ്പൊ ആമ അല്ലെ, രണ്ടിലും ഉണ്ട്. അമേരിക്കയിൽ ഒരു ആയും മായും ഉണ്ട്, ആമുഖത്തിലുണ്ട് ഒരു ആയും മായും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും അമേരിക്ക ആണോ ബ്രിട്ടൻ ആണോ എന്ന് കണക്ഷൻ സംശയം വന്നാൽ ഇങ്ങനെ ഒന്ന് ഓർത്താൽ മതി. ആമുഖത്തിലും ആയും മായും ഉണ്ട്, അമേരിക്കയിലും ആയും മായും ഉണ്ട്. അപ്പൊ അമേരിക്കയുടെ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ആമുഖം എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആര്? ഭരണഘടനയുടെ ശില്പി എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാറാണ്, BR അംബേദ്കർ ആണ്. ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി ആരാന്ന് ചോദിച്ചാലോ? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതേപോലെ ആമുഖത്തിന് ഒരു ശില്പിയുണ്ട്. ആരാണ് ആമുഖത്തിന്റെ ശില്പി? മറ്റാരുമല്ല, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി. ജവഹർലാൽ നെഹ്റുവിന് എന്താണ് ഇവിടെ റോള്? നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയത്തെ പറ്റി പറയാറുണ്ടല്ലേ. ഈ ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ് ആമുഖം വന്നിട്ടുള്ളത്. ഈ ലക്ഷ്യപ്രമേയം തയ്യാറാക്കിയിട്ടുള്ളത് നെഹ്റു ആണ്. സോ ആമുഖത്തിന്റെ ശില്പി ആരാണ്? നെഹ്റു ആണ്. അപ്പൊ ഈ 3 ശില്പികളെ ഒരുമിച്ച് ഓർത്ത് വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ, മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ, ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെ. ഭരണഘടനയുടെ ശില്പി അംബേദ്കർ ആണ്, മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ആണ്, ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ഇപ്പൊ ഇവർ ആദ്യം ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു നിർമ്മാണ സഭ സെറ്റപ്പ് ചെയ്തു. പിന്നെ അവർ മീറ്റിംഗ് വിളിച്ചുകൂട്ടി, അവരൊരു അധ്യക്ഷനെയൊക്കെ തെരഞ്ഞെടുത്തു അല്ലെ. ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ? ആദ്യം ഇവരൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ വരുന്നത്? 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുൻപേ തന്നെ നമ്മുടെ ഒരു ഭരണഘടനയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ 46 ഒരു ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഇവരൊരു ഭരണഘടനാ നിർമ്മാണ സമിതി സെറ്റപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിസംബർ മാസം 9-ാം തീയതി ഇവർ ആദ്യത്തെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. അപ്പൊ എല്ലാവരും വന്നു, ഒരു അധ്യക്ഷൻ വേണം മീറ്റിങ്ങിന്. അപ്പൊ ആ കൂടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ട് സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനാക്കി. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 19-ാം തീയതി ഇവരുടെ അടുത്ത മീറ്റിംഗ്, 11-ാം തീയതി കേട്ടോ, ആ മീറ്റിംഗില് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഒരു സ്ഥിരം അധ്യക്ഷനാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസംബർ 13-ാം തീയതി. ഇപ്പൊ ഡേറ്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ 6-ാം തീയതി സെറ്റപ്പ് ചെയ്തു, 9-ാം തീയതി ആദ്യത്തെ മീറ്റിംഗ്, അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. 2 ദിവസം കഴിഞ്ഞിട്ട് 11-ാം തീയതി ഇവരുടെ അടുത്ത മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിര അധ്യക്ഷനാക്കുന്നു. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 13-ാം തീയതി 1946 ഡിസംബർ 13-ാം തീയതി ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്താ അവതരിപ്പിച്ചു? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അപ്പൊ ഇത്രയും ഡേറ്റ്സ് ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി സെറ്റപ്പ് ചെയ്തത്? 1946 ഡിസംബർ 6. എന്നാണ് ഇവരുടെ ആദ്യത്തെ മീറ്റിംഗ്? 1946 ഡിസംബർ 9. അന്ന് അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. എന്നാണ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനാകുന്നത്? അടുത്ത മീറ്റിംഗിന് ഡിസംബർ 11-ാം തീയതി മീറ്റിംഗ് നടത്തിയപ്പോൾ സ്ഥിര അധ്യക്ഷനാക്കി രാജേന്ദ്ര പ്രസാദിനെ. അപ്പൊ രാജേന്ദ്ര പ്രസാദിന്റെ റോളുള്ള ഡേ ആണ് ഇന്ന്. ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിന്റെ ദിവസമാണ്. ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹയുടെ ദിവസമാണ്. നിങ്ങൾ ഓർത്തോളണേ. ഡിസംബർ 9 അന്ന് ആരാണ് സ്റ്റാർ അവിടെ? സച്ചിദാനന്ദ സിൻഹയാണ് അല്ലെ. കാരണം അത്രയും പേര് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, താൽക്കാലിക അധ്യക്ഷനായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നു. സോ ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹയുടെ ഡേ ആണ്. 11-ാം തീയതി ആരുടെ ദിവസമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാക്കിയ ദിവസം ഡിസംബർ 11. ഓക്കെ. ഡിസംബർ 9 ആരുടെ ദിവസമാണ്? ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹയുടെ ദിവസമാണ്. ഡിസംബർ 9. ഡിസംബർ 11 ആരുടെ ദിവസമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ദിവസമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനാക്കിയ ദിവസമാണ് ഡിസംബർ 11. ഇനി ഡിസംബർ 13 എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ ഡേ ആണ്. അപ്പോ ആദ്യത്തെ പ്രസിഡന്റ് ഡിസംബർ 11 അധ്യക്ഷനാകുന്നത്. ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഡേറ്റ്സ് മാറിപ്പോണ്ട കേട്ടോ. അപ്പൊ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് BN റാവു ആണ് കേട്ടോ. ആദ്യമായിട്ട് ഒരു ആമുഖം വേണമെന്ന്, ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്?
MN റോയി ആണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള ഒരു ആശയം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇത് ആമുഖം എന്നൊരു ആശയമാണ് ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് BN റാവു ആണ്. ഓക്കെ, ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു നെഹ്റു 1946 ഡിസംബർ 13. ആമുഖവും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയത്. അപ്പൊ 1946 ഡിസംബർ മാസം 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച ഉടനെ അങ്ങോട്ട് പാസ്സാക്കിയില്ല. കുറച്ച് സമയം എടുത്ത് അതൊക്കെ പഠിച്ചിട്ട് തൊട്ടടുത്ത മാസം ജനുവരി മാസം അല്ലെ, തൊട്ടടുത്ത മാസം എന്ന് പറയുമ്പോൾ ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആയപ്പോൾ വർഷം മാറി അല്ലെ. 1947 ജനുവരി മാസം ഡേറ്റ് 13 ഇവിടെ. 1946 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്. ഇവിടെ ജനുവരി 22 അത് പാസ്സാക്കുന്നത് കേട്ടോ. 1947 ജനുവരി മാസം 22 അപ്പൊ ഈ രണ്ട് ഡേറ്റും ജവഹർലാൽ നെഹ്റു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ആമുഖമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർത്തു വെക്കണം. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുന്നു. ഓക്കെ, പിന്നീടാണ് അത് ആമുഖം ആകുന്നത്. അപ്പൊ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആമുഖം നമ്മൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്യുക. ആമുഖം ഒന്ന് ബൈഹാർട്ട് ചെയ്താൽ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആമുഖത്തിലെ ഭേദഗതി. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അപ്പൊ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ യെസ്, ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ഒറ്റ ഒരു തവണ മാത്രം ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അതെന്നാണ് ആ ഭേദഗതി? 1976 42 ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 76 42 ഭേദഗതി മാത്രമാണ്. ആ ഒരു ഭേദഗതിയിലൂടെ ഒരേ ഒരു തവണ മാത്രമാണ് ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. ആ ഭേദഗതിയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ആമുഖത്തിൽ 3 പുതിയ പദങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭേദഗതി വഴി. ഓക്കെ, എന്തൊക്കെയാണ് അപ്പൊ ആ 42 ഭേദഗതി വഴി ആമുഖത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ നമ്മുടെ ഭരണഘടനയില് ഇന്ത്യനെ പറയുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. പരമാധികാര എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സോവറിയൻ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്ത്യ ഒരു സോവറിയൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 ടേംസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് മാറ്റിയിട്ട് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കുകയാണ്. അപ്പൊ ഇവിടെ അഡീഷണൽ ആയിട്ട് സോവറിയൻ അപ്പോഴും അവിടെ തന്നെയുണ്ട്, പരമാധികാരം അവിടെ തന്നെയുണ്ട്, സ്ഥിതി സമത്വം എന്നുള്ള ഒരു വാക്ക് അവിടെ ആഡ് ചെയ്യുകയാണ്. അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? സോഷ്യലിസ്റ്റ്. അപ്പൊ ഇത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് സോഷ്യലിസ്റ്റ്. പിന്നെയോ മതേതര, ഇതും പിന്നീടാണ് കൂട്ടിച്ചേർക്കുന്നത്. സെക്യുലാർ എന്നുള്ള പദവും പിന്നീടാണ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ 2 എണ്ണം വന്നു അല്ലെ, സോഷ്യലിസ്റ്റ്, സെക്യുലർ. ബാക്കി അങ്ങനെ തന്നെ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അത് അങ്ങനെ തന്നെ കേട്ടോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പോ പ്രിയാമ്പിളിൽ ഇപ്പൊ എങ്ങനെയാണ്? ഇന്ത്യ ഒരു സോവറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഭരണഘടന വന്ന സമയത്ത് ഇനിഷ്യലി നമ്മുടെ ഭരണഘടനയിൽ 3 വാക്കുകൾ ഉണ്ടായിരുന്നേ. എന്താണ്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്, സോവറിയൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. 42 ഭേദഗതി കഴിഞ്ഞപ്പോഴേക്കും എത്ര വാക്ക് വന്നു? 5 വാക്ക് വരെയാണ്. സോവറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പരമാധികാര ജനാധിപത്യ സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പൊ ഒരു സ്ഥിതിസമത്വം മതേതരവുമാണ് 2 വാക്ക് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു വാക്കും കൂടെ എന്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്? ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ 3 വാക്കുകളാണ് മൊത്തം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അഖണ്ഡത, ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ അഖണ്ഡത. സ്ഥിതിസമത്വം, മതേതരം, അഖണ്ഡത, ഈ 3 വാക്കുകളാണ് പ്രിയാമ്പിളിലെ ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തത്. രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമ്മുടെ പ്രിയാമ്പിളിൽ ഇങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്, യൂണിറ്റി എന്ന് പറയുന്നുണ്ട്, യൂണിറ്റി ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. അപ്പൊ ഈ യൂണിറ്റി എന്ന് മാത്രം കിടന്ന ഭാഗത്ത് ഈ ഒരു അമെന്റ്മെന്റ് കഴിഞ്ഞപ്പോഴേക്കും യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് കൂട്ടിച്ചേർത്തു. ഐക്യവും അഖണ്ഡതയും എന്ന് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അപ്പൊ പ്രിയാമ്പിളില് 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്: സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. അപ്പൊ ഐക്യം എന്നതിന് പകരം അഖണ്ഡത, മലയാളത്തിൽ പറഞ്ഞാൽ സ്ഥിതിസമത്വ, മതേതരം, അതുപോലെ തന്നെ അഖണ്ഡത, ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. അപ്പൊ ഈ ഒരു ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു 1976. പ്രധാനമന്ത്രി ആരാണെന്ന് അറിയോ? 1976 ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോഴുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി,
പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, അപ്പൊ നമ്മൾ ആമുഖത്തിന്റെ വിശേഷണങ്ങളൊക്കെ കണ്ടു അല്ലെ. ആമുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിർമ്മിച്ച ആളുകളുടെ മനസ്സിലേക്കുള്ള താക്കോലാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്, താക്കോലാണ്, ഐഡന്റിറ്റി കാർഡാണ്, രത്നമാണ്. നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളൊക്കെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ് ആമുഖം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ആമുഖത്തില് ഒരേ ഒരു തവണ മാത്രം ഭേദഗതി വരുത്തിയിട്ടുള്ളൂ, അത് 1976 42 ഭേദഗതി വഴിയാണ്. 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ആമുഖം ഒന്ന് കാണാം. ഈ ആമുഖം നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് കിട്ടും. എങ്ങനെയാണ് ആമുഖം? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ, അങ്ങനെയാണ് ഹെഡിങ് അല്ലെ. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens. ഇനി ഇവിടുത്തെ ടേംസ് കണ്ടോ? ജസ്റ്റിസ് എന്നുള്ളത് വലുതായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിക്കണം. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. ആമുഖത്തിൽ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമുക്കറിയാം, അങ്ങനെയാണ് തുടങ്ങുന്നത്. പരമാധികാരം ജനങ്ങൾക്കാണ്. അപ്പൊ ആ ഒരു ചോദ്യം നമ്മൾ ഉത്തരം എഴുതും. പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പറയുന്നത് എവിടെയാണ്? ആമുഖത്തില്. അടുത്തത് നമ്മൾ പഠിച്ചു അല്ലെ. എന്ത് പഠിച്ചു? സോവറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പ്രിയാമ്പിൾ എഴുതിയിട്ടുള്ളത്. ഇതിൽ സോഷ്യലിസ്റ്റും സെക്യുലറും 42 ഭേദഗതി വഴി കൂട്ടിച്ചേർത്താണ്. അത് നമ്മൾ പഠിച്ചു. ഇനി താഴെ എന്താണ്? ജസ്റ്റിസ്. ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? നീതി എന്നാണ് അർത്ഥം അല്ലെ. നീതി ഏതൊക്കെയാണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. 3 തരത്തിലുള്ള നീതിനെ പറ്റി പറയാണ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നീതി, എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നീതി, പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നീതി. നമുക്ക് സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നീതി വേണമെന്ന് എവിടെ പറയുന്നുണ്ട്? പ്രിയാമ്പിളിൽ പറയുന്നുണ്ട് അല്ലെ. പിന്നെയോ ലിബർട്ടി എന്നൊരു വാക്കുണ്ട്. ലിബർട്ടി എന്ന് വെച്ചാൽ എന്താണ്? സ്വാതന്ത്ര്യമാണ്. ലിബർട്ടി ഓഫ് എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യം? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. നമ്മുടെ ചിന്ത, നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ വിശ്വാസം അല്ലെ, ആചാരം, എല്ലാത്തിനുമുള്ള ഒരു ഫ്രീഡത്തെ പറ്റിയിട്ട് പ്രിയാമ്പിളിൽ പറയുന്നുണ്ട് അല്ലെ. ഇനി ഇക്വാലിറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. ഇക്വാലിറ്റി വേണം, സമത്വം. എന്തിനൊക്കെയാണ്? ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. സ്റ്റാറ്റസ്, ഓപ്പർച്യൂണിറ്റി, സ്ഥിതി സമത്വം, അവസര സമത്വം, അതേ പറ്റിയിട്ടാണ്. ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ, എല്ലാം പ്രൊമോട്ട് ചെയ്യണം. പിന്നെ ഫ്രട്ടേണിറ്റി എന്നൊരു ടേം ഉണ്ട്. നമ്മൾ പറയില്ലേ ഇന്ത്യന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്. ആ ഒരു സഹോദരിയാണ് അവിടെ പറയുന്നത്. അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികളുടെയും ഡിഗ്നിറ്റീനെ എന്ത് ചെയ്യണം? അഷ്വർ ചെയ്യണം, ഡിഗ്നിറ്റി. അതുപോലെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. എവിടെയാണ് ആ ഇന്റഗ്രിറ്റി എന്നുള്ള ടേം കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. നേരത്തെ ഇവിടെ യൂണിറ്റി എന്ന് മാത്രമായിരുന്നു, പിന്നീടാണ് ഇന്റഗ്രിറ്റി കൂട്ടിച്ചേർക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഇതൊക്കെ നമ്മുടെ ഫ്രട്ടേണിറ്റിയുടെ ഭാഗമാണ്, സഹോദരത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ എല്ലാവരുടെയും ഒരു ഡിഗ്നിറ്റിനെ നമ്മൾ മാനിക്കണം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ അവിടെ വന്നു അല്ലെ. അതേപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതൊക്കെയാണ് പ്രിയാമ്പിളിൽ പറയുന്നത്. ഇനിയോ, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution എന്ന് പറയുന്നുണ്ട്. അതായത് പ്രിയാമ്പിൾ ഒരു ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ഡേറ്റ് ആണ്? 26th day of November 1949. അങ്ങനെ ചോദിക്കാറുണ്ട്. ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റ് ഏതാണ്? ഓപ്ഷനിൽ ഇവിടെ നവംബർ 26 ഉണ്ട്. അപ്പൊ നവംബർ 26 വിടും, ജനുവരി 26 വിടും, ഡിസംബർ 26 വിടും. 26 ആണ് നമുക്ക് അറിയായിരിക്കും, ചിലപ്പോൾ മന്ത് ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. അതിൽ ഇയർ ആണെങ്കിൽ 1949 ആണ്. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ 1946 ഇടും, 47 ഇടും, 48 ഇടും, 9 ഇടും. അപ്പൊ 6ഉം 9ഉം ഒക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 6 ആണോ 9 ആണോ കൺഫ്യൂഷൻ വരും. എന്താ കാര്യം? 46 കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 46 ഭരണഘടനാ നിർമ്മാണ സമിതി സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെ. ഡിസംബർ 9 മീറ്റിംഗ്, ഡിസംബർ 11 കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയവർക്ക് ഈ ഡേറ്റ് ഇപ്പൊ തന്നെ നിങ്ങൾ ഉറപ്പിച്ച് പഠിച്ചോളണം. 26 നവംബർ 1949 ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഓർത്താൽ മതി. തൊട്ടടുത്ത വർഷം 1950 ജനുവരി 26 എന്ത് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അപ്പൊ അതിന് തൊട്ട് മുന്നേ, റിപ്പബ്ലിക് ആവുന്നതിന് മുന്നേ ആദ്യം ഇത് ഒന്ന് പാസ്സാക്കിയിട്ട് വേണമല്ലോ റിപ്പബ്ലിക് ആവാനായിട്ട്. ഭരണഘടന കംപ്ലീറ്റ് റെഡി ആക്കിയിട്ട് വേണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയാണ് ഈ ഒരു റിപ്പബ്ലിക് ഡേ അന്ന്. അപ്പൊ തൊട്ട് മുന്നത്തെ റിപ്പബ്ലിക് ഡേ 50 49 നവംബർ 26 എന്നുള്ള ഡേറ്റ് ആണ് പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. പ്രിയാമ്പിൾ നമുക്ക് ഒന്നോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ്? ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഈ ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, പിന്നെയോ സോവറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പിന്നെ ജസ്റ്റിസ്. 3 ഏതൊക്കെയാണ്? ഏതൊക്കെ ജസ്റ്റിസാ? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. പിന്നെ ലിബർട്ടി. എന്തിനൊക്കെയുള്ള ലിബർട്ടിയാണ്? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അത് അങ്ങനെ തന്നെ പഠിക്കണം. ചിലപ്പോൾ നമ്മുടെ ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കും. ഇങ്ങനെയുള്ള ഒരു ലിബർട്ടീനെ പറ്റിയിട്ട് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. തോട്ട്,
എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, ഇത്രയും കാര്യങ്ങളാണ്. ഇക്വാലിറ്റി, എന്തിന്റെയൊക്കെ ഇക്വാലിറ്റി? ഈ രണ്ട് ടേംസ് പഠിക്കണം. സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇവിടെയാണ് സമത്വം പറഞ്ഞിട്ടുള്ളത്. ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികളുടെയും ഡിഗ്നിറ്റി, അതിനെ പറ്റിയിട്ട്, അതുപോലെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, പിന്നെ നമ്മുടെ ഡേറ്റും. അപ്പൊ ഒന്നോടൊന്ന് നമുക്ക് ഓടിച്ചു പറയാം. പ്രിയാമ്പിളിൽ എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് ഞാൻ ഒന്ന് പറയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, സോവറിയൻ സോഷ്യലിസ്റ്റ്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ജസ്റ്റിസ്. ഏതൊക്കെ ജസ്റ്റിസ് ആണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ലിബർട്ടി, തോട്ട്, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, ഓരോരുള്ള എക്സ്പ്രഷൻ, തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. ഇക്വാലിറ്റി എന്തൊക്കെയാണ്? സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഫ്രട്ടേണിറ്റി എന്താണ്? ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, പിന്നെ ആ ഒരു ഡേറ്റും 1949 നവംബർ 26. പ്രിയാമ്പിൾ ഒന്ന് പരിചയമായില്ലേ? ആദ്യത്തെ പാരഗ്രാഫില് ആ 5 വാക്കുകൾ പറയുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ പറയുന്നു. അടുത്ത പാരഗ്രാഫിലെ 3 എന്താണ്? നീതി, പിന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിന് മലയാളം എന്താ? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം, ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം. അല്ലെ, 3 സായാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങളാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്, ആ ആശയങ്ങളിൽ നിന്നാണ് ഈ 3 ടേംസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നീതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ജസ്റ്റിസ്, പിന്നെ എന്താണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഒരു ഡേറ്റും. അപ്പൊ സിമ്പിൾ ആയില്ലേ? ഇനി ഇച്ചിരോടൊന്ന് ചുരുക്കി കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ പ്രിയാമ്പിൾ. എന്തൊക്കെയാണ്? ആദ്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, പിന്നെ ആ ഒരു 5 കാര്യങ്ങൾ, സോവറിയൻ സോഷ്യൽ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പിന്നെ ജസ്റ്റിസ്, പിന്നെ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ആ ഒരു ഡേറ്റ് 1949 നവംബർ 26. കഴിഞ്ഞു. പ്രിയാമ്പിൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ ആണ്. ഇനി നിങ്ങൾക്ക് എന്ത് വന്നാലും ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇനി ഇതില് ഈ പദങ്ങളുടെ ഓരോന്നിന്റെ അർത്ഥം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഇതിന്റെ അകത്ത് എന്താണ് ഈ സോവറിയൻ നമ്മൾ പറയണ്ടല്ലോ, അത് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മളെ ഭാരതത്തിലെ ജനങ്ങളാണ്. നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അർത്ഥമെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലെ? എന്താണ് പരമാധികാരം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റൊരു രാജ്യത്തിന്റെയും ആശ്രയത്വത്തിലോ ആധിപത്യത്തിലോ അല്ലാത്ത ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇന്ത്യ എന്നതിനെ സൂചിപ്പിക്കാനായി പരമാധികാരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് വേറെ ഒരു, പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് നേരെ തന്നെ. പക്ഷെ ഇന്ന് നമുക്ക് ബ്രിട്ടീഷുകാർ പറയണ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുകയാണ്. ബ്രിട്ടീഷുകാർ നമ്മളോട് ഇങ്ങനെ ചെയ്യാമെന്ന് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ സ്വതന്ത്ര രാഷ്ട്രമാണ്, നമ്മുടെ രാഷ്ട്രത്തിന് പരമാധികാരം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത് പറയുകയാണ്, മറ്റൊരു രാജ്യത്തിന്റെയും ആശ്രയത്വത്തിലോ ആധിപത്യത്തിലോ അല്ലാത്ത ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇന്ത്യ. ഇത് സൂചിപ്പിക്കാനാണ് നമ്മുടെ പ്രിയാമ്പിളില് സോവറിയൻ എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്ത്യക്ക് ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടുമുള്ള ഒരു പരമാധികാരമുണ്ട്. ഇന്ത്യയുടെ രാജ്യത്തിന് അകത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും അല്ലാതെ ഇപ്പൊ ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും ഏത് കാര്യത്തിലാണെങ്കിലും ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടും ഇന്ത്യക്ക് എന്തുണ്ട്? ഈ ഒരു പരമാധികാരം ഉണ്ട്. ഒരു പരമാധികാര രാജ്യമായതിനാൽ ഇന്ത്യക്ക് ഒരു വിദേശ രാജ്യത്തിന്റെ പ്രദേശം സ്വന്തമാക്കാനും സ്വന്തം ഭാഗമായി വരുന്ന പ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാനും സാധിക്കും. ഇപ്പൊ ഇന്ത്യക്ക് ഒരു പരമാധികാരം ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇന്ത്യ നാളെ ആഗ്രഹിക്കുകയാണ് വേറൊരു വിദേശ രാജ്യത്ത് നിന്നും കുറച്ച് സ്ഥലം നമ്മുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കണം. ഇന്ത്യക്ക് വേറെ ഒരാളോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു പരമാധികാര രാഷ്ട്രമാണ്. നമുക്ക് നമ്മുടേതായ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നമ്മുടെ ഒരു ഭാഗം നമ്മൾ വേറെ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ പോവാം. ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ഒരാളോടും ചോദിക്കേണ്ട അല്ലെ? നമുക്ക് ഏത് രാജ്യത്തിനും വിട്ടുകൊടുക്കാനോ ഏത് രാജ്യത്തിൻ്റെതായിട്ടുള്ള വരുന്ന ഭാഗം നമ്മുടെ രാജ്യത്തിന് സ്വീകരിക്കാനോ ഒക്കെ നമുക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം? താഴെ പറയുന്നതിൽ പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കാത്തത് എന്ത്? ഇങ്ങനെയൊക്കെ ചോദിക്കാം. എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ്? നമ്മൾ ഒരു രാജ്യത്തിന്റെയും ആശ്രിതത്വത്തിലല്ല നമ്മൾ കഴിയുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ പരമാധികാര രാഷ്ട്രമാണ്. നമുക്ക് എന്തിനും ഫ്രീഡം ഉണ്ട്. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലും ഉണ്ട്, ആന്തരികമായിട്ടുള്ള കാര്യങ്ങളിലും ഉണ്ട്. വേണമെങ്കിൽ നമ്മുടെ ചോദ്യത്തിലൊക്കെ ചോദിക്കും, ഇന്ത്യക്ക് ആന്തരികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, എന്നാൽ ബാഹ്യമായിട്ടൊരു സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. മനസ്സിലായില്ലേ? സ്വാതന്ത്ര്യമല്ല, പരമാധികാരം. ആഭ്യന്തര കാര്യങ്ങളിൽ രാജ്യത്തിന്റെ പരമാധികാരമുണ്ട്, എന്നാൽ പ്രിയാമ്പിൾ പ്രകാരം ബാഹ്യമായ കാര്യങ്ങൾ ആ പരമാധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാന്ന് നമുക്ക് വിളിച്ചു പറയാൻ പറ്റണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. കംപ്ലീറ്റ്ലി ഫ്രീഡം ഉണ്ട്, നമുക്ക് പരമാധികാരം ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. ബാഹ്യമായിട്ടും ആഭ്യന്തരമായിട്ടും നമുക്ക് എന്തുണ്ട്? പരമാധികാരം ഉണ്ട്. ഏത് രാജ്യത്തിന് വേണമെങ്കിലും നമുക്ക് സ്ഥലം നമ്മുടെ രാജ്യത്തിന് സ്വീകരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രദേശം വേറെ ഏത് രാജ്യത്തിന് വിട്ടുകൊടുക്കാനും നമുക്ക് എന്തുണ്ട്? നമുക്ക് അതിനുള്ള അധികാരമുണ്ട്. ഇതാണ് സോവറിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പരമാധികാരം. ക്ലിയർ ആണല്ലോ പരമാധികാരം എന്താന്ന്? ഇനിയുണ്ടൊരു കാര്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശീയ പ്രസ്ഥാനം ഉയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിന്റെ പ്രാവർത്തിക രൂപമാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പരമാധികാരം എന്ന ഒരു ആശയം. അപ്പൊ പൂർണ്ണ സ്വരാജ് കേട്ടിട്ടുണ്ടോ?
പൂർണ്ണ സ്വരാജ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് 1939 ലാഹോർ സമ്മേളനത്തിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം പറഞ്ഞായിരുന്നു. പൂർണ്ണമായിട്ടും സ്വരാജ്യം. നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് പറയാണ് ചില കാര്യങ്ങളിൽ ഞങ്ങൾ തീരുമാനിക്കൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണ സ്വരാജ് ആകുന്നില്ല. അപ്പൊ ഈ ഒരു പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം അത് കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ ആവുന്നു, അങ്ങനെ തന്നെയാണ് എന്ന് മുന്നോട്ട് വെക്കുകയാണ് ഈ ഒരു പരമാധികാരം എന്നൊരു ആശയം കൊണ്ടിട്ട്. അപ്പൊ എല്ലാ തലത്തിലും ഇന്ത്യക്ക് പരമാധികാരം ഉണ്ട്. ഒരു രാജ്യവും നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. നമ്മുടെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമുള്ള ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് പരമാധികാരം ഉണ്ട്. ആരുടെ അടുത്ത് വേണമെങ്കിലും നമ്മളെ സ്ഥലം വാങ്ങും, ആർക്ക് വേണമെങ്കിലും നമ്മളെ സ്ഥലം കൊടുക്കും. എല്ലാ അർത്ഥത്തിലും പൂർണ്ണ സ്വരാജ് എന്ന ആശയത്തിനെ പ്രാവർത്തികമാക്കുകയാണ് പരമാധികാരം. ഐ തിങ്ക് പരമാധികാരം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്നല്ലേ? മനസ്സിലായോ? ഇനി സ്ഥിതി സമത്വം. അടുത്തത് സോവറിയൻ സോഷ്യലിസ്റ്റ്. ഈ സോഷ്യലിസ്റ്റ് നമ്മൾ പറയാറുണ്ടല്ലേ, സോഷ്യലിസം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് സ്ഥിതി സമത്വം. അപ്പൊ അതിന്റെ സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു പക്ഷെ നമുക്ക് എന്താന്ന് മനസ്സിലാവും. മലയാളി അടിച്ച് നോക്കി കുറച്ചുകൂടി നമുക്കൊരു ഐഡിയ കിട്ടും. സ്ഥിതി സമത്വം. അപ്പൊ ഇവിടെ സമത്വം വരുന്നുണ്ടല്ലേ? സ്ഥിതിയിൽ സമത്വം വേണം, ഇക്വാലിറ്റി വേണം. എങ്ങനെയുള്ള സ്ഥിതി? നമ്മുടെ ഒരു സാമൂഹ്യ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും എന്ത് വേണം? അല്ലെ കുറെ പേര് പാവപ്പെട്ടവൻ, കുറെ പേര് പണക്കാര്, അല്ലെ ഇവർക്ക് അപ്പർ കാസ്റ്റ്, ഇവർക്ക് ലോവർ കാസ്റ്റ്, ഇപ്പൊ ഇവർക്ക് വേറെ രീതി, അല്ലെ അവർക്ക് വേറെ രീതി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് എന്തുണ്ടാവില്ല? ഈ ഒരു സാമൂഹ്യ ഒരു തുല്യത ഉണ്ടാവില്ല എല്ലാ തലത്തിലും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പൗരന്മാർക്കും ഒരു തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ വേണം നമുക്ക്. അതാണ് സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം. അപ്പൊ ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമാണെന്നാണ് പ്രിയാമ്പിളിൽ പറയണേ. നമ്മളൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിലും എന്തുണ്ടാവണം? ഒരു സ്ഥിതി സമത്വം നമുക്ക് ഉണ്ട് നമ്മുടെ രാജ്യത്തിന് എന്നുള്ളതാണ്. പൊതുവെ ജനറലി ഇപ്പൊ സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എക്കണോമിക്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനം. അതായത് ഇപ്പം പറയില്ലേ ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ സാധനങ്ങളുടെ ഉൽപാദനമാണെങ്കിലും സാധനങ്ങളുടെ വിതരണമൊക്കെ ആണെങ്കിലും പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും കംപ്ലീറ്റ്ലി. കുറെ പ്രൈവറ്റ് കമ്പനീസ് വന്നിട്ട് അവരാണ് എല്ലാത്തിനും കൺട്രോൾ ചില സ്ഥലങ്ങളിൽ. എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രൈവറ്റിന് ഒരു റോളും ഇല്ല, എല്ലാം ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രൈവറ്റും ഗവൺമെന്റും ഒരുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. അപ്പോൾ ഇവിടെ സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനം, അപ്പൊ സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിനെയാണ് പൊതുവെ സോഷ്യലിസം എന്ന് പറയുന്നത്. അവിടെ ഗവൺമെന്റ് ആണ്. അതായത് നമ്മളിപ്പോ എക്കണോമി പറയുമ്പോൾ മിക്സ്ഡ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി എന്നൊക്കെ പറയും. അപ്പൊ അതാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. കംപ്ലീറ്റ് എല്ലാത്തിലും സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനം. ഇവിടെ നമ്മുടെ സോഷ്യലിസം അഥവാ സ്ഥിതി സമത്വം എന്ന് പറയുമ്പോൾ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പ് വരുത്തുന്ന സാമൂഹ്യ വ്യവസ്ഥയെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലേത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഈ നമ്മുടെ പ്രിയാമ്പിളിൽ നമുക്ക് സോഷ്യലിസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ സോഷ്യലിസം അല്ല ഇന്ത്യൻ എക്കണോമിക്സിലോട്ട് വരുമ്പോൾ. നമ്മുടെ എക്കണോമിക്സിൽ വരുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സോഷ്യലിസ്റ്റ് എക്കണോമി അല്ല ഇന്ത്യയുടേത്, അതൊരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകണ്ടെന്ന് വെച്ചിട്ട് അത് ഇവിടെ തന്നെ പറഞ്ഞത്. ഇതൊരു നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അതായത് നമുക്ക് എന്താണ്, ഗവൺമെന്റും കുറെ സ്ഥാപനങ്ങളുടെ കൺട്രോൾ ഉണ്ട്, ഒപ്പം തന്നെ ഒരുപാട് ഇപ്പൊ നമ്മൾ പല സ്ഥാപനങ്ങളും ഗവൺമെന്റും പ്രൈവറ്റും കൂടി ചേർന്നിട്ട് ഭരിക്കുന്നില്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്വകാര്യ മേഖലകളുടെ ഗവൺമെന്റിനെ കൂടെ ഒരു സംയുക്ത സഹകരണത്തോടെയുള്ള ഒരു ജനാധിപത്യ സ്ഥിതി സമത്വമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇതൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. ഓക്കെ, ഇന്ത്യൻ സോഷ്യലിസം മാർക്സിസത്തിന്റെയും ഗാന്ധിസത്തിന്റെയും സമന്വയവും ഗാന്ധിസത്തോട് വളരെയധികം ചായ്വുള്ളതുമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ ഒരു സോഷ്യലിസം എന്ന് പറയുമ്പോൾ എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യൻ സോഷ്യലിസം മാർക്സിസത്തിനെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ മാർക്സിസത്തിന്റെയും ഗാന്ധിസത്തിന്റെയും ഒരു സമന്വയമാണ് നമ്മുടെ സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂടുതൽ ഒരു ചായ്വ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിസത്തോടാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ആവടി സമ്മേളനം. 1955 UN ദബ്ബാർ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന ആവടി സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. അപ്പൊ പരമാധികാരം കഴിഞ്ഞിട്ടുള്ള ടേം ആണ് നമ്മൾ കാണുന്നത് സോഷ്യലിസം എന്നുള്ള ടേം. എന്താണ് സോഷ്യലിസം കൊണ്ട് അർത്ഥമാക്കുന്നത്? സ്ഥിതി സമത്വമാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരു തുല്യതയുള്ള ഒരു സ്ഥിതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ എക്കണോമി നോക്കുകയാണെങ്കിൽ നമ്മളൊരു മിക്സ്ഡ് എക്കോണമിയാണ്, പ്രൈവറ്റും ഗവൺമെന്റും ഒരുപോലെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ സോഷ്യലിസ്റ്റ് ഘടന എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്സിസത്തിന്റെയും ഗാന്ധിസത്തിന്റെയും കൂടെയൊക്കെ ഒരു സമന്വയമാണെന്ന് പറയാം. കുറച്ചും കൂടി നമുക്ക് ചായ്വ് ഗാന്ധിസത്തോടാണ് എന്നുള്ളതാണ്
സോഷ്യലിസ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഈ സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1955 ആവടി സമ്മേളനമാണ്. ആരാണ് അധ്യക്ഷൻ? UN ദബ്ബാർ ആണ് അധ്യക്ഷൻ. ഇനി അടുത്ത ടേം സെക്യുലർ. അപ്പൊ നമ്മൾ സോവറിയൻ പരമാധികാരം എന്താന്ന് കണ്ടു, സോഷ്യലിസ്റ്റ് സ്ഥിതിസമത്വം എന്താന്ന് കണ്ടു. ഇനി സെക്യുലർ മതേതരത്വം. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം പറയുന്നുണ്ട്, മതേതരത്വം പറയുന്നുണ്ട്. അതിന്റെ സ്പഷ്ടമായ ആശയം നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. എന്താണ്? ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ദേശീയ മതം ഇല്ല, അല്ലെ? പൊളിറ്റിക്കലി എപ്പോഴും ഇവിടെ ഒരു ഭയങ്കര കോൺട്രവേഴ്സി നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണോ അല്ലെ? അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല, ഒരു ദേശീയ മതം ഇല്ല. ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവരവരുടേതായ മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ സെക്യുലറിസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഇന്ത്യ ഒരു മതത്തെയും പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പം ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പൊ സെക്യുലറിസം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന മതേതരത്വമാണ്. ഇന്ത്യക്ക് ഒരു മതത്തോടും പ്രത്യേകിച്ച് ഒരു അനുഭവവും ഇല്ല. ഇനി ഒരു മതത്തിന് ഇന്ത്യ ഒരു മതത്തിനെയും നിഷേധിക്കുന്നുമില്ല. ഇന്ത്യ ഒരു മതത്തെയും പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. ക്ലിയർ ആണല്ലോ? ഇനി ഓരോരുത്തർക്കും അവരുടേതായ മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചില രാജ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യൻ മതം ഫോളോ ചെയ്യുന്ന രാഷ്ട്രങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഗൾഫ് കൺട്രീസിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മതമുണ്ട്, മുസ്ലിം ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നിടത്ത് ഏത് മതക്കാരാണെങ്കിലും അവിടെ പർദ്ദയിട്ട് നടക്കണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്നോ ക്രിസ്തു രാഷ്ട്രമാണെന്നോ അങ്ങനെയൊന്നും നമ്മുടെ ഭരണഘടന പറയുന്നില്ല. ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല. ഏത് മതത്തിന് നമുക്ക് ഇഷ്ടമുണ്ടോ അതിൽ നമുക്ക് വിശ്വസിക്കാം, ആ മതത്തിനെ നമുക്ക് ആചരിക്കാം, പ്രചരിപ്പിക്കാം. ഇതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അടുത്തത് ജനാധിപത്യം. അപ്പൊ സോവറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്. എന്താണ് ഡെമോക്രാറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനാധിപത്യ വ്യവസ്ഥയിൽ പരമാധികാരം ജനങ്ങൾക്ക്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് ആധിപത്യം ഉണ്ട്, ജനങ്ങൾക്കാണ് പരമാധികാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജനാധിപത്യം എന്ന പദം കേവലം രാഷ്ട്രീയപരമായ ജനാധിപത്യം മാത്രമല്ല, മറിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ് എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ 1949 നവംബർ മാസം 25 തൊട്ടടുത്ത ദിവസം നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിക്കുകയാണ്. അപ്പൊ തൊട്ട് മുന്നത്തെ ദിവസം 26 മുന്നേ തലേ ദിവസം നവംബർ 25 അവസാനത്തെ പ്രസംഗം നടക്കുമ്പോൾ നമ്മുടെ അംബേദ്കർ എന്ത് പ്രഖ്യാപിച്ചു? ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ട് വെറും ഒരു കേവലമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയപരമായ ഒരു ജനാധിപത്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ് എന്ന് ധാര പറഞ്ഞത് അംബേദ്കർ ആണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്രസംഗത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ജനാധിപത്യം എന്താണ്? പരമാധികാരം ജനങ്ങൾക്കാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടേതായ അല്ലെ, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങളെ ഭരിക്കുന്നു. അപ്പൊ അതാണ് ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി റിപ്പബ്ലിക്. എന്താണ് റിപ്പബ്ലിക്? അപ്പൊ നമ്മുടെ പ്രിയാമ്പിളിലുള്ള സോവറിയൻ പരമാധികാര, സോഷ്യലിസ്റ്റ് സ്ഥിതിസമത്വ, സെക്യുലർ മതേതര, ഡെമോക്രാറ്റിക് ജനാധിപത്യം ഇത്രയും നമ്മൾ കണ്ടു അല്ലെ. ഇനിയുള്ള ഒരു ടേം എന്താണ്? റിപ്പബ്ലിക് ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് റിപ്പബ്ലിക്, ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാഷ്ട്രമാണ്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്, റിപ്പബ്ലിക് ദിനമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിപ്പബ്ലിക് എന്നാല് രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ നേരിട്ടോ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാല്. അതായത് നമുക്കൊരു രാഷ്ട്രത്തലവനുണ്ട്, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഹെഡ്, നോമിനൽ ഹെഡ് ആരാണ്? നമ്മുടെ നോമിനൽ ഹെഡ് എന്നറിയപ്പെടുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്, റിയൽ ഹെഡ് പ്രൈം മിനിസ്റ്റർ. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റിനെ നമ്മള് നേരിട്ടാണ് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ നേരിട്ടല്ല അല്ലെ. പക്ഷെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA പോയിട്ട് നമ്മൾക്ക് വേണ്ടി നമ്മളെ റെപ്രസെന്റ് ചെയ്തിട്ട്, നമ്മളെ പ്രതിനിധീകരിച്ചിട്ട് രാഷ്ട്രപതി ഇലക്ഷന് പങ്കെടുക്കാറുണ്ട് അല്ലെ, വോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടിട്ട് അല്ലെ, അതായത് ജനങ്ങളെ പ്രതിനിധീകരിച്ചിട്ട് അവർ വോട്ട് ചെയ്യുന്നതിനെയാണ് പരോക്ഷമായ ഇലക്ഷൻ എന്ന് പറയാം. അപ്പൊ ജനങ്ങൾ നേരിട്ടോ പരോക്ഷമായിട്ടോ നമ്മൾ തെരഞ്ഞെടുക്കുന്ന, എലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു തലവനാണ് നമ്മുടെ രാഷ്ട്രത്തിനുള്ളത്. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ റിപ്പബ്ലിക് രാഷ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി ജനങ്ങളാൽ പരോക്ഷമായി 5 വർഷ കാലയളവിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയാണ് അല്ലെ. ഇന്ത്യൻ രാഷ്ട്രപതി ഓരോ 5 വർഷം കഴിയുമ്പോഴും വീണ്ടും രാഷ്ട്രപതി ഇലക്ഷൻ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ 5 വർഷം കൂടുമ്പോൾ ജനങ്ങള് പരോക്ഷമായിട്ടാണ് നമ്മുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അതാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പരമാധികാരം സോവറിയൻ, അതുപോലെ തന്നെ സ്ഥിതിസമത്വം സോഷ്യലിസ്റ്റ്, അതുപോലെ മതേതരം സെക്യുലർ, പിന്നെ ഡെമോക്രാറ്റിക് ജനാധിപത്യ, റിപ്പബ്ലിക് രാഷ്ട്രതലവനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ ഇത്രയുമാണ് പ്രിയാമ്പിളിലെ ഓരോ പദങ്ങളുടെയും ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
പ്രിയാമ്പിളിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു ലിബർട്ടി, പിന്നെ എന്താണ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇങ്ങനെ 4 ടേംസ് കൂടെ ഉണ്ട്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിയാണ്. അവിടെ 3 നീതികളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഏതൊക്കെയാണ് 3 തരത്തിലുള്ള നീതികൾ? സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സൊസൈറ്റിയിൽ നമ്മളിപ്പോ ഈ സൊസൈറ്റിയിൽ താഴ്ന്നവരെ, ഉയർന്നവരെ, അല്ല അങ്ങനെയുള്ള രീതിയിൽ ഇവരോട് വേറൊരു നീതി, അവർക്ക് നീതിയില്ല, ആ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അപ്പൊ എല്ലാവരും സാമൂഹ്യപരമായിട്ട് നമുക്കൊരു നീതി വേണം. അതുപോലെ സാമ്പത്തികമായിട്ട് ഇവിടെ പണം കൂടിയവർ, ഇവിടെ പണം കുറഞ്ഞവർ, ഇവർക്ക് വേറെ നീതി, അങ്ങനെ വരാൻ പാടില്ല. അവിടെ നമുക്ക് എന്ത് വേണം? നമുക്ക് എല്ലാവർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു നീതി വേണം. അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഇവർ ഇന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് ഇവർക്ക് ഈ ഒരു നീതി, അവർക്ക് വേറെ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അവരുടെ അനീതി, അങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്ക് പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടും നീതി വേണം. അപ്പൊ 3 കാര്യങ്ങളിലാണ് നമുക്ക് നീതി വേണ്ടത്. ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ ജസ്റ്റിസ് വേണം, രാഷ്ട്രീയപരമായിട്ട് നീതി വേണം. സോഷ്യലിസ്റ്റ് ജസ്റ്റിസ് വേണം, നമുക്ക് സാമൂഹികപരമായിട്ട് നീതി വേണം. പിന്നെ എക്കണോമിക് ജസ്റ്റിസ് വേണം, സാമ്പത്തികപരമായിട്ട് നീതി വേണം. ഈ 3 തരത്തിലുള്ള നീതിയാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നത്. മൗലികാവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, ഇവയിലൂടെ എല്ലാം നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും, ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ എവിടുന്നാണ് ഈ ജസ്റ്റിസ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ വന്നതെന്നറിയോ? അത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് വന്നതാണ്. 1917 റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ഭരണഘടനയായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു വാക്കാണ് എന്ത്? ജസ്റ്റിസ്. ഏതൊക്കെയാണ് 3 ജസ്റ്റിസ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്. എവിടെ നിന്നാണ് നീതി കൊണ്ടുവന്നിട്ടുള്ളത്? റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. അപ്പൊ ജസ്റ്റിസ് കഴിഞ്ഞു. ഇനിയുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് 3 നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് പ്രിയാമ്പിൾ അല്ലെ? അപ്പൊ എന്താണ് ലിബർട്ടി, സ്വാതന്ത്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തികളുടെ പ്രവർത്തനങ്ങളിലെ നിയന്ത്രണങ്ങളുടെ അഭാവവും വ്യക്തിത്വ വികസനത്തിനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം അല്ലെ? അപ്പൊ വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ എന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ല. അപ്പൊ വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവാൻ പാടില്ല, നിയന്ത്രണങ്ങളുടെ അഭാവം അല്ലെ? അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാള് നമ്മുടെ രാഷ്ട്രത്തിന് ചേരുന്ന വസ്ത്രമല്ല കേട്ടോ എന്ന് പറഞ്ഞ് നിയന്ത്രണം കൊണ്ടുവന്നാൽ അവിടെ നമുക്ക് ലിബർട്ടി ഇല്ലാതാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ പ്രവർത്തനങ്ങളിലെ നിയന്ത്രണം, അതേപോലെ തന്നെ വ്യക്തിത്വ വികസനത്തിനായിട്ടുള്ള അവസരങ്ങൾ, ഒരു വ്യക്തിക്ക് പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ മനസ്സിലായാലും, ഒന്ന് വ്യക്തികളുടെ പ്രവർത്തനങ്ങളിലെ നിയന്ത്രണം, 2 വ്യക്തിത്വ വികസനത്തിനായിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങളുടെ അഭാവം കേട്ടോ. നിയന്ത്രണം എന്നല്ല, നിയന്ത്രണങ്ങൾ പാടില്ല എന്നുള്ളതാണ് അല്ലെ? വ്യക്തികളുടെ പ്രവർത്തനങ്ങളിലെ നിയന്ത്രണങ്ങളുടെ അഭാവവും, രണ്ടാമത്തത് വ്യക്തിത്വ വികസനത്തിനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് ലിബർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്തയ്ക്കും ആശയ പ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരന്മാർക്ക് ആമുഖം ഉറപ്പു നൽകുന്നുണ്ട്. പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നോണ്ടിട്ട് നമുക്ക് എല്ലാ രീതിയിലുള്ള ഫ്രീഡം ഉണ്ട്. ഇപ്പൊ വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ, അവിടെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ആ തോട്ട്, അതാണ് നമ്മുടെ ചിന്തയ്ക്ക്. എക്സ്പ്രഷൻ, ആശയ പ്രകടനത്തിന് നമുക്ക് ചിന്തിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. നമ്മുടെ ആശയം നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം അല്ലെ? അതുപോലെ തന്നെ മതനിഷ്ഠയുണ്ട്, പിന്നെ ആരാധനയുണ്ട്. തോട്ട്, എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് ആണ് ചിന്തയ്ക്കും ആശയ പ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ആമുഖം നമ്മുടെ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. ഓക്കെ. എന്നാൽ സ്വാതന്ത്ര്യം എന്നത് ഒരു പൗരന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്നും ഭരണഘടനയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നാണെന്നും കൂടി പരാമർശിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് തോന്നുന്ന എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഒന്നും അല്ല ആ ഒരു ഫ്രീഡം. അത് ഭരണഘടനയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നാണെന്നും കൂടെ പരാമർശിച്ചിട്ടുണ്ട് ഭരണഘടനയിൽ നിന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി അപ്പൊ ലിബർട്ടി, അടുത്തത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. എന്താണ് ഇക്വാലിറ്റി? സമത്വം. എല്ലാവരും പറയല്ലേ ഇക്വാലിറ്റി വേണം, പുരുഷനും സ്ത്രീക്കും സമത്വം വേണം, തുല്യത വേണം. അപ്പൊ എന്താണ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാല്? ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകാതെ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ വിവേചനമില്ലാതെ നൽകുക എന്നതാണ് സമത്വം. അപ്പൊ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ഇപ്പൊ പുരുഷന്മാർക്ക് മാത്രം ഇന്ന കാര്യങ്ങൾ ചെയ്യാം, സ്ത്രീകൾക്ക് പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇക്വാലിറ്റി ഇല്ലാതാകുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകാതെ എല്ലാവർക്കും, പുരുഷനും സ്ത്രീക്കും വലിയവനും ചെറിയവനും എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും എന്ത് വേണം? മതിയായ അവസരങ്ങൾ, അവസര സമത്വം. അതാണ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അവിടെയാണ് അവസരങ്ങൾ, അത് വിവേചനമില്ലാതെ നൽകുക എന്നതാണ് സമത്വം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്താണ് സമത്വം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ വിഭാഗങ്ങൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാണ്ട് സമൂഹത്തിലെ എല്ലാ പൗരന്മാർക്കും എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ വിവേചനമില്ലാതെ നൽകുക എന്നാണ് ഇന്ത്യൻ ഭരണഘടനയില് ഇക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പദവിയിലും അവസരത്തിലുമുള്ള സമത്വമാണ് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആമുഖത്തിൽ എന്തൊക്കെ സമത്വമാണ് പറഞ്ഞിട്ടുള്ളത്? പദവിയിലും അവസരത്തിലുമാണ്. സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. പദവിയിലും സ്റ്റാറ്റസിലും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി അവസരത്തിലും. അവസര സമത്വം, സ്ഥിതി സമത്വം സ്റ്റാറ്റസിൽ, നമ്മുടെ പദവിയിലുള്ള സമത്വമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അല്ലെ. ഏതൊക്കെയാണ് സമത്വത്തിൽ വരുന്നത്? സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇനി അടുത്ത ടേം ആണ് ഫ്രട്ടേണിറ്റി അഥവാ സാഹോദര്യം. എന്താണ് സാഹോദര്യബോധം? സാഹോദര്യബോധം എന്ന തത്വമാണ് സാഹോദര്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്നിടത്ത് ആ ഒരു ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു ആശയമാണ് പറയുന്നത് അല്ലെ. ഏകപൗരത്വം എന്ന ആശയത്തിലൂടെയാണ് ഭരണഘടന സാഹോദര്യം എന്ന വികാരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഏകപൗരത്വമാണ്. നമ്മൾ അമേരിക്കയിൽ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർക്ക് ആ രാജ്യത്തിന്റെ ഒരു സിറ്റിസൺഷിപ്പും ഉണ്ട്, ആ സംസ്ഥാനങ്ങളുടെ ഒരു സിറ്റിസൺഷിപ്പും ഉണ്ട്, രണ്ട് പൗരത്വമൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ അങ്ങനെയൊന്നുമല്ല. ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പാണ്, ഏകപൗരത്വമാണ്. പുരുഷന്മാർക്ക് വേറെയെന്നോ സ്ത്രീകൾക്ക് വേറെയെന്നോ അങ്ങനെയൊന്നുമല്ല. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹോദര്യം എല്ലാവരിലും എന്തുണ്ടാകണം? അവര് കേരളത്തിലുള്ളവരാണ്, ഇവര് തമിഴ്നാട്ടിലുള്ളവരാണ്, അപ്പൊ ഇവർക്ക് വേറെ ഒരു പൗരത്വം അവർക്ക് വേറൊരു പൗരത്വം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഒരു സെപ്പറേഷൻ വരികയാണ്. അപ്പൊ അങ്ങനെയല്ല, ഇവരും ഞങ്ങളുടെ സഹോദരന്മാരാണ്. അവര് തെലുങ്ക് ആയിക്കോട്ടെ, അവർ കന്നഡ ആയിക്കോട്ടെ, അവർ UP ആയിക്കോട്ടെ അല്ലെ, അവർ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ എല്ലാവരും സാഹോദര്യ തുല്യരാണ് എന്ന ഒരു സഹോദര ബോധമാണ് നമ്മുടെ ഭരണഘടനയിലെ സാഹോദര്യ അഥവാ ഫ്രട്ടേണിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്താൻ ആമുഖത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് നമ്മൾ പറഞ്ഞു. ഒരു വ്യക്തിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ എഗെയിൻസ്റ്റ് ആകുകയാണ്. കാരണം എന്താണ്? ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞൊരു കാര്യത്തിനെയാണ് അവിടെ അത് ലംഘിക്കുന്നത്. അതായത് ആ ഒരു സാഹോദര്യ മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഗ്നിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അതാണ് വ്യക്തിയുടെ അന്തസ്സ്. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തണം. നമ്മുടെ രാഷ്ട്രത്തിനെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായി? രാഷ്ട്രം പിളരും അല്ലെ. അപ്പൊ രാഷ്ട്രത്തിന്റെ ആ ഒരു ഐക്യവും അഖണ്ഡതയും കൂടെ ആരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്? നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് ഫ്രട്ടേണിറ്റി. അപ്പൊ നമ്മളെ എല്ലാവരും സഹോദര തുല്യന്മാരായിട്ട് കാണുകയാണെങ്കിൽ ഇവിടെ ഹിന്ദു മുസ്ലിം വഴക്കും അങ്ങനത്തെ വർഗീയതയൊന്നും ഉണ്ടാവില്ല. കാരണം ഫ്രട്ടേണിറ്റി അതാണ് പറയുന്നത്, എല്ലാവരും സഹോദര തുല്യന്മാരാകുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഡിഗ്നിറ്റീനെ എല്ലാവരും, ഒരു വ്യക്തിയുടെ അന്തസ്സിനെ എല്ലാവരും ഉറപ്പുവരുത്തുക. രാഷ്ട്രത്തിന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, ഐക്യത്തിനെയും അഖണ്ഡതയെയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്ന ആശയങ്ങൾ എവിടെ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? അത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. 1789 അല്ലെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വർഷം ഓർക്കാൻ എളുപ്പമുണ്ട്. 1789 1789 ആണ്. മുൻപ് നമ്മൾ പറഞ്ഞു ജസ്റ്റിസ് എന്ന വാക്ക് എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. 1917 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം ഈ കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രിയാമ്പിളിലെ പദങ്ങൾ എന്ന് പറഞ്ഞ പദങ്ങളുടെ അർത്ഥം. ഇനി നമുക്ക് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കേസുകളുടെ ഈ ഒരു ക്ലാസ് നോക്കേണ്ടതുണ്ട്. വിവിധ കേസുകൾ എന്ന് പറയുമ്പോൾ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ആമുഖം, ഈ പ്രിയാമ്പിൾ ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് പറഞ്ഞു. ഏത് കേസിലാണ്? 1960 ബെർബാരി കേസിലാണ്. 1960 ബെർബാരി കേസിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ആദ്യത്തെ ഒരു പേജ് ഉണ്ടല്ലോ പ്രിയാമ്പിൾ, ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭരണഘടനയുടെ ഭാഗം അല്ലെങ്കിൽ പിന്നെ അതിൽ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അല്ലെ? ഒരു കേസിലാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഏത് കേസിലാണ് ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് പറഞ്ഞത്? 60 ബെർബാരി കേസിലാണ് പറഞ്ഞത്. ആമുഖം ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അഥവാ ബേസിക് സ്ട്രക്ചർ എന്ന ഒരു ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ്? അപ്പൊ ആമുഖം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ പെടുന്നതാണ്. ഭരണഘടനയിലെ ബേസിക് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ആമുഖം എന്ന് പിന്നീട് സുപ്രീം കോടതി പറഞ്ഞു. ആദ്യം പറഞ്ഞു ബെർബാരി കേസിൽ ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. പിന്നെ അതേ സുപ്രീം കോടതി പറയാണ് അങ്ങനെയൊന്നും അല്ലാട്ടോ, ആമുഖം ബേസിക് സ്ട്രക്ചർ ആണ് ഭരണഘടനയുടെ. അത് ഏത് കേസിലാണ് പറഞ്ഞത്?
പിന്നീട് 1973 കേശവാനന്ദ ഭാരതി കേസ് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്, ഇറ്റ്സ് എ ബേസിക് സ്ട്രക്ചർ ആണ്, അല്ലെ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണെന്ന് പറഞ്ഞു. അപ്പൊ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത് ബർബാരി കേസിലാണ്. എന്നാൽ ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചർ ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്? ഈ ബേസിക് സ്ട്രക്ചർ എന്ന ആശയം തന്നെ സുപ്രീം കോടതി കൊണ്ടുവന്നത് ഈ ഒരു കേസിൽ. ഏത് കേസിലാണ്? 1973 കേശവാനന്ദ ഭാരതി കേസ്. വർഷം ഇമ്പോർട്ടന്റ് ആണ്, കേസും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കേ, 1960 ബർബാരി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഒരു ഭാഗമാണ്. ശരിയോ തെറ്റോ? തെറ്റാണ്, അല്ലെ? ബർബാരി കേസിൽ എന്ത് പറഞ്ഞു? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല. 1974 കേശവാനന്ദ ഭാരതി കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. ശരിയാണോ? കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുമ്പോൾ ശരിയാന്ന് തോന്നും, പക്ഷെ 74 തെറ്റല്ലേ? അപ്പൊ അങ്ങനെ വർഷം കൂടെ ചേർത്ത് പഠിക്കണം. 73 കേശവാനന്ദ ഭാരതി കേസിലാണ് എന്ത് പറഞ്ഞത്? ആമുഖം ഭരണഘടനയുടെ ഒരു അടിസ്ഥാന ഘടനയിൽ വരുന്നതാണെന്ന് സുപ്രീം കോടതി പറയാണ്. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരികയാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിൽ തന്നെയാണ്? ഈ കേശവാനന്ദ ഭാരതി കേസിലാണ്. അതായത് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ആദ്യം പറഞ്ഞ വാക്ക് അവർ മാറ്റി പറഞ്ഞു. അങ്ങനെ ബർബാരി കേസിൽ അന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ ആമുഖം ഭാഗമല്ല എന്ന്. അങ്ങനെയല്ല, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. അപ്പൊ ഭരണഘടനയുടെ ഭാഗമായി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഈസിയാണോ? ഭരണഘടനയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, ഭരണഘടനയുടെ അകത്തുള്ള അടിസ്ഥാന ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന ഘടന മാറ്റാൻ പാടില്ല, അടിസ്ഥാന ഘടന എപ്പോഴും നിലനിർത്തണം കേട്ടോ. ബേസിക് സ്ട്രക്ചർ മാറ്റാതെ തന്നെ ഭരണഘടനയിലെ ഭാഗങ്ങളിൽ മാറ്റം വരുത്താം. പക്ഷെ മാറ്റം വരുത്തണമെങ്കിൽ ഭേദഗതി വഴിയേ മാറ്റം വരുത്താൻ പറ്റും. ഏത് ഭേദഗതിയാണ്? അതിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി പ്രകാരം മാത്രമാണ് ഈ ഭരണഘടനയിൽ എന്തെങ്കിലും കാര്യത്തിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആമുഖം ഭാഗം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 368 ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? ഇപ്പൊ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആമുഖത്തിന് മാറ്റം വരുത്തണമെങ്കിലും വരുത്താം, ഭരണഘടനയുടെ മാറ്റം വരുന്ന പോലെ തന്നെ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് ഭേദഗതി വരുത്താമെന്നും കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. വർഷം 73. ഓക്കെ. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചൊരു കേസുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട്. അതായത് നോർമലി ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് ബർബാരി കേസിൽ പറഞ്ഞു, ഭരണഘടനയുടെ ഭാഗമാണെന്ന് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു. ഭരണഘടനയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച അടുത്തൊരു കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ. LIC ഓഫ് ഇന്ത്യ 1995. 1995 LIC ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ LIC ഓഫ് ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കേസ്. ഇന്ത്യൻ യൂണിയനും നമ്മുടെ LICയും തമ്മിലുള്ള കേസാണ് കേട്ടോ. ഈ ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസ് വർഷം 1995. ഈ ഒരു കേസിലാണ് പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്, ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ 3 കേസ് ഒന്നോടെ പറയാം. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത് 1960 ബർബാരി കേസ്. ആമുഖം ഭരണഘടനയുടെ ഒരു ഭാഗമാണ്, ആമുഖത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ 368 പ്രകാരം മാറ്റം വരുത്താം എന്ന് സുപ്രീം കോടതി പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവരുന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഇനി ആമുഖം ഭരണഘടനയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞ കേസാണ് ഇത് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസിലാണ്. അതൊരു അവിഭാജ്യ ഘടകമാണെന്ന് അസന്നിഗ്ധമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞ കേസാണ് ഇത് LICയുടെ കേസ്. ഇതാണ് ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കേസസ്. അപ്പൊ നമ്മൾ കണ്ടത് ആമുഖത്തെ പറ്റിയിട്ടാണ്. ആമുഖത്തിന്റെ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ രത്നാണ്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ ആളുകളുടെ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോലാണ്, ഭരണഘടനയുടെ ആത്മാവാണ്, അല്ലെ? ഐഡന്റിറ്റി കാർഡാണ് എന്നൊക്കെ പറഞ്ഞത് ആമുഖത്തിനെയാണ്. ആമുഖത്തിന്റെ ആ ഒരു ആമുഖം എന്താണ്, എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലെ? സോവറിയൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ജസ്റ്റിസ് പറയുന്നുണ്ട്, 3 തരത്തിലുള്ള ജസ്റ്റിസ് ഉണ്ട്. ഏതൊക്കെയാണ്? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. പിന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി ഉണ്ട്. പിന്നെ അതൊരു ഡേറ്റ് പറയുന്നുണ്ട്, 1949 നവംബർ 26 പറയേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഈ ടേംസ് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഏതൊക്കെയാണ്? സോവറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അത് കഴിഞ്ഞിട്ട് ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട 3 ഇമ്പോർട്ടന്റ് കേസസ് ആണ് പറഞ്ഞത്. 1960 ബർബാരി കേസിൽ ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. 1973 കേശവാനന്ദ ഭാരതി കേസിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് എന്നുള്ള രീതിയിൽ അസന്നിഗ്ധമായിട്ട് പറഞ്ഞ കേസാണ് LIC ഓഫ് ഇന്ത്യ കേസ്.
ഓക്കെ. അപ്പൊ ഭരണഘടന അതിലെ പ്രിയാമ്പിളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദങ്ങൾ, അവയുടെ അർത്ഥവും കേസുകളും എന്നുള്ള ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, കേസിന്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓരോന്നിലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇപ്പൊ ജസ്റ്റിസ് കടമെടുത്തേക്കണേ റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി കടമെടുത്തിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. ആമുഖം എന്നൊരു ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആമുഖത്തിന്റെ ശില്പി നെഹ്റു ആണ്. ഇങ്ങനെ പേരുകള്, വർഷങ്ങള് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.